അനിൽ രവിപുടിയുടെ കഥ. എച്ച് വിനോദ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ നമ്മുടെ വിജയണ്ണൻ്റെ ലാസ്റ്റ് സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അങ്ങനെ സംഭവിക്കരുത് എന്ന് ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം ഇത് ഒരേ ഒരു വിജയ്, ഒരേ ഒരു തളപതിയുടെ ലാസ്റ്റ് സിനിമയാണ്. ഇത് കാണാൻ പോകുന്ന സമയത്തുള്ള ഇമോഷനും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഇമോഷനും തിരിച്ചു വരുമ്പോഴുള്ള ഇമോഷനും ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഇനിയും സിനിമകൾ ചെയ്യണമെന്നാണ്. പതുക്കെ പതുക്കെ അത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. അങ്ങനെ അവസാനിച്ച് പോകണ്ട. അല്ലെങ്കിൽ ഇങ്ങനൊരു താരം വേറെ ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഒരു സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നു, ഇത് അയാളുടെ അവസാനത്തെ സിനിമയാണെന്ന് പറയുന്നു, ഇത് കഴിഞ്ഞ് പൊളിറ്റിക്സിലേക്ക് തിരിയാൻ പോകുന്നു എന്ന് പറയുന്നു, സിനിമ കാണാൻ വഴിയില്ല. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ലീക്കാവുന്നു. കുറേ ആൾക്കാർ ആ സമയത്ത് സിനിമ കണ്ടു, അതിനുശേഷം സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് കുറേ നാളുകൾക്ക് ശേഷം. അന്നത്തെ ഹൈപ്പും അന്നുണ്ടാക്കിയ പ്രീ സെയിൽസും എല്ലാം വെള്ളത്തിൽ പോയിട്ട് വീണ്ടും പടം വരികയാണ്. പക്ഷേ ഹൗസ്ഫുള്ളായിട്ടുള്ള വലിയ തിയേറ്റർ സ്ക്രീനുകളിലിരുന്ന് കാണാനുള്ളതുണ്ട്. അങ്ങനെ കാണാൻ വരുന്ന ആരാധകർ വിജയിക്കുന്നുണ്ട്. അങ്ങനൊരു നടൻ എനിക്കറിയില്ല, ലോകത്ത് വേറെ ഉണ്ടാവുമെന്നറിയില്ല കേട്ടോ. അമ്മാതിരി ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആകെയുള്ള സങ്കടം അതാണ്. ഇനി ഈ മനുഷ്യൻ്റെ റിലീസ് വരുന്ന സിനിമകളല്ലേ നമുക്ക് കാണാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ച് കൈയടിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു സിനിമ. ഇടയ്ക്ക് പടക്കങ്ങൾ പോലെ ഇഷ്ടം പോലെ പടങ്ങൾ വന്നിട്ടുണ്ട്, നമ്മളതിനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വിജയുടെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണാമെന്ന് പറയുന്നത് അതൊരു ഓളമാണ് മാൻ. അങ്ങനെ എനിക്കറിയില്ല, ഞാൻ വീണ്ടും പറയാം, ലോകത്ത് ഇങ്ങനൊരു നടനുണ്ടാവുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഇറക്കി അത് ഫസ്റ്റ് ഡേ ഇത്രയും കളക്ഷൻ ഉണ്ടാക്കാൻ വേറെ ആർക്ക് പറ്റും എന്നെനിക്കറിയില്ല. ജനനായകൻ തിയേറ്ററിൽ ഞാൻ കണ്ടിരുന്ന അത്രയും സമയം ഐ വാസ് എൻജോയിങ് ദ മൂവി എന്ന് പറയുന്നതിനേക്കാളും അതിൽ ഈ പറയുന്ന തമാശയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കളിയാക്കാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലോജിക്കിൽ 10 പൈസയില്ലാത്ത കുറേ സീനുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും വിജയെ സ്ക്രീനിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ആഗ്രഹിച്ച് കാണുമായിരുന്നു. ഇതിൻ്റെ പ്രിൻ്റ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു സിനിമ ഇനി വരാൻ സാധ്യതയില്ല, ഇനിയിപ്പോൾ പ്രിൻ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് എനിക്ക് സ്ക്രീനിൽ കാണണം, വലിയ സ്ക്രീനിൽ എനിക്ക് വിജയെ കാണണം. ഓൾറെഡി ഫാൻസിനെയൊക്കെ വിളിച്ച് ഷോയുടെ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഫാൻ ഷോയ്ക്ക് ഒരു തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏരീസ് ഫ്ലെക്സിൽ OD1 ടിക്കറ്റ് ഉണ്ട് എന്നറിഞ്ഞ് കഴിഞ്ഞപ്പം ബാക്കി ബുക്ക് ചെയ്ത ടിക്കറ്റുകളൊക്കെ കളഞ്ഞിട്ടാണ് വീണ്ടും ഏരീസിലേക്ക് ഒരു വിധത്തിൽ സംഘടിപ്പിച്ചിട്ട് അവിടെ പോയി തന്നെ കണ്ടു. തളപതിയെ സ്ക്രീനിൽ അർമാദിക്കുന്നത് കണ്ടു. അനിരുദ്ധ് ഗംഭീരമായിട്ട് അതിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എച്ച് വിനോദാണ് ഇതിൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഇത് വിജയുടെ PR ടീം ഭഗവൻ കേസരി എന്ന് പറയുന്ന സിനിമ പൊളിച്ച് എഴുതി പൊളിറ്റിക്സിന് ആവശ്യമായ ആളുകളെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ വോട്ട് ചെയ്യാൻ ഞാൻ പോകുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചെഴുതിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. നല്ലോണം പൊളിറ്റിക്സ് ഉണ്ട്, വിജയ് പറയുന്ന കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു വളരെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സ്ത്രീകളുടെ വോട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്നറിയോ, പടം തിയേറ്ററിലേക്ക് അവർ വരാൻ സമ്മതിക്കാതിരുന്നത് അതാരാണെങ്കിലും പേടിച്ചിട്ടാണ്. ഈ പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള ഓളം, അത് വോട്ടേഴ്സിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഇമ്പാക്റ്റ്, ഇതൊക്കെ മുന്നിൽ കണ്ട് പേടിച്ചിട്ട് അവർ ഇറക്കാഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, ഇത് കാണുമ്പോൾ നമുക്ക് അയാൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ അതങ്ങനെ കാണാനുണ്ട്. സോ ഇതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതിനെന്താ റിവ്യൂ പറയാം. ഇത് തളപതി ഫാൻസിൻ്റെ വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന സാധനമാണ്. ഞാനും അത്രേ വിചാരിച്ചിട്ടുള്ളൂ. എനിക്ക് റിവ്യൂ പറയാനൊന്നുമില്ല, എനിക്ക് തളപതിയെ സ്ക്രീനിൽ കാണണം, എൻജോയ് ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയി കണ്ടൊരു പടം. പോസിറ്റീവ്സായിട്ട് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ആദ്യമേ പറയാം. മമിത ബൈജു ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് വന്ന സമയത്ത് മമിത സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടി. ആ പാട്ട് ട്രോളായി മാറി. അതിനുശേഷം പടം റിലീസ് വൈകി. പിന്നെ മമിത ഇനി ട്രോളാനാരും ബാക്കിയില്ല, അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഇത്രയും വലിയൊരു താരത്തിൻ്റെ ലാസ്റ്റ് സിനിമയിൽ അദ്ദേഹത്തിനോടൊപ്പം ഡാൻസ് ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഫൈറ്റ് ചെയ്ത് അത് എത്ര നായികമാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വിജിമ എന്ന് പറഞ്ഞ് ദളപതി തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ക്യാരക്ടർ അങ്ങനെ നിന്ന് പെർഫോം ചെയ്യാനൊരു ചാൻസ് കിട്ടി. മമിത ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമിതയ്ക്ക് മുമ്പ് ആ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം ചെയ്തൊരു കൊച്ചുണ്ട്, അവളുണ്ടല്ലോ മുത്തുകുടമാണ്. അവൾ അങ്ങനെ നിന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് മമിത എന്നല്ല ആര് ചെയ്താൽ പോലും അവർക്ക് എന്ത് ക്യൂട്ട്നെസ്സും കാണിക്കാമെന്ന് പറയുന്നില്ല. കാര്യം അങ്ങനെ അവൾ അത്രയും എന്താ പറയുക സ്വീറ്റാക്കി അല്ലുവ പോലെ ആക്കി വെച്ച ആ ക്യാരക്ടർ അത് മമിത വന്ന് ഗംഭീരമായിട്ട് ചെയ്തു. അതിലെ ഈ പറയുന്ന ആക്ഷൻ കാര്യങ്ങളും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിജയുടെ കൂടെയുള്ള ഈ പടം
ഇനി സൂര്യയുടെ കൂടെ പടം വരാൻ പോകുന്നു, പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, പിന്നെ നമ്മുടെ നിവിൻ പോളിയുടെ കൂടെയുള്ള പടം. അങ്ങനെ മമിതയുടെ കരിയറിലൊരു വലിയ ചേഞ്ച് സംഭവിക്കാൻ പോവുക. ശരിക്കും ഈ സിനിമ റിലീസാവാൻ വൈകി അന്ന് അവർക്ക് ട്രോള് കിട്ടി. ഒരു പക്ഷേ അവർ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം, ഈ സിനിമ ഇറങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് പറയാൻ തോന്നുന്ന പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഗംഭീര ഫൈറ്റ് കേട്ടോ, എന്ന് വെച്ചാൽ ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഇല്ലേ, അത് മമിത ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീലീല ചെയ്ത ഭഗവാൻ കേസരിയിലെ ക്യാരക്ടറാണ്, അപ്പോൾ അത് അന്ന് കാണുമ്പോൾ അത് കുറച്ച് കൂടുതൽ ക്യൂട്ട്നെസ്സും ക്രിഞ്ചും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് മമിത വളരെ ക്ലീനായിട്ട് ചെയ്തു. നമുക്ക് ഈ മറ്റേ ക്രിഞ്ച് പരിപാടിയിലേക്കൊന്നും പോകാതെ വളരെ ക്ലീനായിട്ട് ചെയ്യുന്ന പോലെ തോന്നി. പൂജ ഹെഗ്ഡെ ഈ സിനിമയിൽ പെർഫോം ചെയ്ത് കണ്ടപ്പോഴാണ് കാജൽ അത് എന്ത് ഓവറായിട്ടാണ് ചെയ്തതെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. ഭയങ്കരമായിട്ട്. പിന്നെ ഇൻഡസ്ട്രീസ് മാറുന്നു, ക്യാരക്ടറിൻ്റെ നീഡ് മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഡിഫറൻസ് ഒക്കെ കൊണ്ടായിരിക്കാം പൂജ ഹെഗ്ഡെ അത് വളരെ ക്ലീൻ ആയിട്ട് ചെയ്തു. പിന്നെ ഈ പൂജ ഹെഗ്ഡെ വിജയ് ട്രാക്കിന് ഭയങ്കര റൊമാൻസും പരിപാടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മൂപ്പിച്ച് അങ്ങനെ പോകാൻ സിനിമ ശ്രമിച്ചിട്ടില്ല. അവരിലെ പെർഫോമറിന് ചെയ്യാനുള്ളതുണ്ടായിരുന്നു, ആ കുഞ്ഞു സാധനം പുള്ളി അത് വളരെ ഡീസൻ്റായിട്ട് ചെയ്തു. വില്ലനായിട്ട് വന്ന ബോബി ഡിയോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് പ്ലെയിനിൽ കയറി പുറപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിരമായി ചെയ്യാറുള്ള അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ക്യാരക്ടർ വേറൊരു ലെയറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. ഒരു സാധാ വില്ലൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അയാളുടെ ആ വില്ലനിക് പരിപാടി എങ്ങനെയാണ് ഉരുവാകുന്നത്, എന്താണ് അതിൻ്റെ കാരണം, അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ലെയർ കൊണ്ടുവരാനുള്ളൊരു ശ്രമമുണ്ട്. ആൻഡ് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പരിചിതമായ മുഖങ്ങൾ സിനിമയിലുണ്ട്. എല്ലാവരും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. പ്രകാശ് രാജിൻ്റെ ക്യാരക്ടർ കാണുമ്പോഴായിരിക്കും ഒരുപാട് ആളുകൾക്ക് പൊളിഞ്ഞിട്ടുണ്ടാവുക, എന്ത് വില കൊടുത്തും ഈ സിനിമ നമ്മൾ ഇറങ്ങാൻ സംഭവിക്കില്ല എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവുക. ആ പെർഫോമൻസ് മികവൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുക. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. ദളപതിയുടെ വൺ ലാസ്റ്റ് ഡാൻസ് ഈ തിയേറ്ററിൽ വന്നിരിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്, അതിനകത്തൊരു ഇമോഷനുണ്ട്. അതേപോലെ വിജയെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സംഭവമുണ്ട്. അതെല്ലാം ചേർത്ത് അനിരുദ്ധ് അറിഞ്ഞു പണിതിട്ടുണ്ട്. അമ്മാതിരി പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് മിക്സ്, ഈ രാവണ മകൻ എന്ന് പറയുന്ന ആ ട്രാക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്റർ കേൾക്കുമ്പോൾ ഭയങ്കര ഉഷാറാണ്. അതേപോലെ തന്നെ അത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അണ്ണൻ്റെ ഒരു വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് അനിരുദ്ധ് പറഞ്ഞതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. വിജയുടെ നമ്മൾ ഈ ഡാൻസൊക്കെ ഇങ്ങനെ കാണാൻ ഇനി കൊതിക്കണമല്ലോ എന്ന് വെച്ചാൽ പുതിയൊരു പടത്തിൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനും കൂടി ചേർത്ത് ഞാൻ കുറച്ചും കൂടി ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ അണ്ണൻ കുറച്ചും കൂടി ഡാൻസ് കളിക്കണം എന്നുള്ള ആരാധകരുടെ ആവശ്യത്തിനുള്ളൊരു സാധനം അവിടെ ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പടത്തിന് നിങ്ങൾ ഒരു കാരണവശാലും ലേറ്റായിട്ട് എത്തരുതെന്നേ ഞാൻ പറയുള്ളൂ. വിജയുടെ ആ ഒരു ടൈറ്റിൽ സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ഇതുവരെ കണ്ടതിന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് അതിന് വേറൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ പടം കഴിയുമ്പോഴും ഒരു ഹാർഡ് കോർ വിജയ് ഫാനിനെ സംബന്ധിച്ച് ഉള്ളിൽ എവിടെയോ ഒരു വിഷമം തോന്നും. നമ്മൾ എന്താ മിസ് ചെയ്യാൻ പോകുന്നതെന്ന് അത് ഹാർഡ് കോർ വിജയ് ഫാൻസിനെ മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയോ നമ്മുടെ ഹൃദയത്തിലോ കണ്ണിലോ ഒരു നനവ് പടരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വളരെ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഒരു ദി എൻഡ് എന്ന് പറയുന്ന പോലത്തെ സാധനം കാണുമ്പോഴേക്കും കസേരയിൽ നിന്ന് എണീറ്റ് ഓടാനൊന്നും നിൽക്കരുത്, അവിടെ ഇരിക്കുക. പടം കഴിഞ്ഞ് തിയേറ്ററിലെ ലൈറ്റ് ഓഫ് ആവട്ടെ, അതുവരെ അവിടെ ഇരിക്കുക. അങ്ങനെ കാണാനുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ചിട്ടുണ്ട്. വിഷ്വൽ പരിപാടികളിലേക്ക് വരുമ്പോൾ VFX ഒക്കെ എനിക്ക് കുറച്ച് കോമഡി ആയിരുന്നു. പക്ഷേ ഫൈറ്റും കാര്യങ്ങളും അതിൻ്റെ ക്യാമറ വർക്കും ഒക്കെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയും അതിൻ്റെ ഒരു വളർച്ചയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഭാവി ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വേറൊരു ലെവൽ ഒരു അവതരണം കാര്യങ്ങളൊക്കെ അതൊക്കെ വിഷ്വലി കൊണ്ടുവരുന്നതൊക്കെ നന്നായിട്ടുണ്ട്. അവരുടെ ഐഡിയ വാസ് ഗുഡ്. പക്ഷേ അതിന് കുറച്ചും കൂടി ബഡ്ജറ്റ് ഇട്ട് കുറച്ചും കൂടി അതൊരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് തോന്നി. ഇതിനകത്ത് വില്ലൻ നമ്മുടെ ബോബി ഡിയോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ദീപാവലി ആഘോഷം പോലെയാണ്. കാര്യം പുള്ളി വരുമ്പോൾ ഒരു 10,000-2000 ബുള്ളറ്റ്, ഒരു 500 ബോംബ്, പിന്നെ കുറേ മിസൈലുകൾ, അങ്ങനെ തീ പിടിച്ച് മനുഷ്യന്മാർ ഓടി നടക്കുന്നു, അങ്ങനത്തെ പരിപാടികളാണ്. അപ്പം ആ സാധനം ആദ്യം കാണുമ്പോൾ അതിനൊരു പഞ്ചുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ VFX അത്ര ഗുമ്മല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്നതേ പടക്കം പൊട്ടിക്കാനാണോ? കുഞ്ഞുനാളിൽ എപ്പോഴോ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിയപ്പോൾ മഴ പെയ്ത് സങ്കടപ്പെട്ടൊരു കുട്ടിക്കാലം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങനെ അങ്ങനെ നിന്ന് കത്തിക്കുകയാണ്. പക്ഷേ കുറച്ചും കൂടി അതിൻ്റെ ഒരു വിഷ്വൽ സാധനമാക്കായിരുന്നു. പിന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്വിസ്റ്റ് അല്ല, അത് വിറ്റാണ് എന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ലോജിക്കലി ഫിസിക്സിനോട് ചേരാത്ത സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആർമിയുടെ ആണെങ്കിലും പോലീസിൻ്റെ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ ഇല്ലോജിക്കലായിട്ടുള്ള എലമെൻറ്റുകളൊക്കെ ഉണ്ട്. വിഷ്വലിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷേ
ഇതിൻ്റെ ഓവറോൾ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഭഗവന്ത് കേസരി കണ്ടിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു റീമേക്ക് കാണുന്നു എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു കോർ ഈ അച്ഛൻ മകൾ സാധനം വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണെങ്കിലും അതിനപ്പുറത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവരതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ശരിക്കും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വിജയുടെ PR ടീം എന്തായാലും ഇരുന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന പോലെ പക്ക പൊളിറ്റിക്കൽ സാധനങ്ങൾ ഇഷ്ടം പോലെ വെതറിയിട്ടുണ്ട്. എന്നാൽ അതൊരു ബാഡ് പൊളിറ്റിക്സ് അല്ല, അതായത് വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കാനോ ഈ ആളുകൾക്കിടയിൽ ഭിന്നത സൃഷ്ടിപ്പിക്കുന്ന പ്രൊപ്പഗാൻഡ പരത്താൻ വേണ്ടിയിട്ടോ മറ്റ് രാജ്യങ്ങളെ വെറുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ മതത്തിലുള്ളവരെയൊക്കെ വെറുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ വേഴ്സ്റ്റ് പൊളിറ്റിക്സ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയിൽ വിജയുടേതായി അവർ ഇൻജെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ള ആ പൊളിറ്റിക്സൊക്കെ അതൊന്നും ബാഡ് പൊളിറ്റിക്സ് അല്ല, നല്ല മാറ്റത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്ന വിജയുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാക്കി അവരിത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ വിജയുടെ ലാസ്റ്റ് ഡാൻസ്, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പടം എനിക്ക് തിയേറ്ററിൽ കാണണം, എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. ആ ഇമോഷനും കാര്യങ്ങളൊക്കെ വർക്കാവുന്ന രീതിയിൽ അതിന് പറ്റിയൊരു സിനിമ. ഭഗവന്ത് കേസരി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ടിപ്പിക്കൽ ബാലയ്യ പടം എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ആ പടം അങ്ങനെ വന്നിട്ടില്ല. അതിനെ വിജയുടെ ഒരു സ്റ്റാർ ഓറയും കൂടി ചേരുന്ന സമയത്ത് അത് വേറൊരു രീതിയിലായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന വിജയ് എലമെൻറ്റുകൾ ഒന്നും ചോരാതെ എന്നാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സും കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ തരക്കേടില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. തിയേറ്ററിൽ വിത്ത് ഫാൻസ് നിറഞ്ഞ ഒരു തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. പിള്ളേരൊക്കെ ഇറങ്ങി നിന്ന് ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റുന്ന സിനിമകൾ ഇനി ഏത് കാലത്ത് ഇറങ്ങും, അല്ലെങ്കിൽ ആരുടെയാണ് ഇനി വരാനുള്ളത് എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന പോലെ തിയേറ്ററുകാരും അടിപൊളിയായിരുന്നു കേട്ടോ. ഏരീസിൽ കറക്റ്റ് പാട്ട് തുടങ്ങിയപ്പോൾ ഡാൻസ് കളിക്കാനുള്ള പാട്ടാണെന്ന് മനസ്സിലായി അവർ ലൈറ്റ് ഓൺ ചെയ്യും. എല്ലാവരും ഇറങ്ങി ഡാൻസ് കളിച്ചു എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡായിരുന്നു. എല്ലാവരും ഇറങ്ങി ഡാൻസ് കളിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബ് ഇനി എന്ന് വരും എന്നുള്ള നിരാശയിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി നമ്മൾ ഈ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ആ ഹാർഡ് കോർ വിജയ് ഫാനിന് ഈ സിനിമ എങ്ങനെ ഫീൽ ചെയ്തു, എസ്പെഷ്യലി ഈ സിനിമയുടെ അവസാനം അവർ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ചില ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നിട്ടുണ്ടാവും, അതും കൂടി നമുക്ക് വായിക്കാം, സ്പ്രെഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.